പിണറായി വിജയൻ പിന്നെയും തൻ്റെ തനിക്കൊണ കാണിച്ചിരിക്കുന്നു. മാധ്യമപ്രവർത്തകർ സമീപത്ത് എന്ന് പ്രതികരണം ചോദിക്കാൻ വന്നപ്പോൾ ആട്ടിപ്പായിച്ചു. കടക്ക് പുറത്ത് എന്ന് പറഞ്ഞില്ല, കാരണം എല്ലാവരും പുറത്തായിരുന്നല്ലോ. വടി കൊണ്ട് എൻ്റെ അടുത്ത് വരണ്ട, എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയും എന്നാണ് തമ്പുരാൻ്റെ എഴുന്നള്ളിപ്പ്. തമ്പുരാൻ വല്ലാത്ത ക്ഷീണത്തിലും ക്ഷോഭത്തിലുമാണ്. കാരണം വല്ലാത്ത ആക്രമണമാണ് പിണറായി വിജയന് നേരെ കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തുന്നത്. ഇന്നലെയാണെങ്കിൽ ഏഷ്യാനെറ്റിൽ വിനു വി ജോൺ പറയുന്നത് കേട്ടു. കേരളത്തിൽ ആദ്യമായി വെടിവെപ്പ് ഉദ്ഘാടനം ചെയ്ത ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അത് പിണറായി വിജയനാണ്. ശരിയാണ്. ഈ കഴിഞ്ഞ ദിവസം കള്ളാടി ആനക്കാപ്പൊയിൽ തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 7 പേർ മരിച്ചു. 7 പേർ മരിച്ചതിൻ്റെ ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചാൽ പിണറായി വിജയനാണ്. പിണറായി വിജയൻ്റെ കയ്യിലെ ചോര, വാടക്കൽ രാമകൃഷ്ണൻ്റെ കൊലപാതകത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അന്നു മുതൽ ആരംഭിച്ച രാഷ്ട്രീയ യാത്രക്കിടെ അവസാനം പറ്റിയ ചോരയാണ് ആനക്കാംപൊയിൽ തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് മരിച്ചു വീണ, മണ്ണിനടിയിൽപ്പെട്ട് മരിച്ചുപോയ പാവപ്പെട്ട 7 മനുഷ്യരുടെ ജീവൻ. പിണറായിക്ക് വീണ്ടും അധികാര കസേരയിലിരിക്കാൻ, പിണറായിക്ക് വീണ്ടും പ്രമാണിയാകാൻ നടത്തിയ കള്ളക്കളിയാണ് ഈ തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നത്. നമുക്കറിയാം 2026 ഫെബ്രുവരി 5 ആണ് കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഈ തുരങ്കപാത, കള്ളാടി ആനക്കാംപൊയിൽ തുരങ്കപാതയ്ക്കുള്ള അനുമതി നൽകുന്നത്. പക്ഷേ അതിനും 5 മാസം മുമ്പ് ഓഗസ്റ്റ് മാസം 31 അതായത് ലോക്കൽ ബോഡി ഇലക്ഷന്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി വിജയൻ പോയി ഉദ്ഘാടനം ചെയ്തു. നോക്കൂ, കേരളത്തിൽ ഇത്തരം പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഒരു നിർമ്മാണ പ്രവർത്തനം കേരളത്തിലല്ല ഏതു സംസ്ഥാനത്തും നടത്തണമെങ്കിൽ, വനമേഖലയിൽ നടത്തണമെങ്കിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി വേണം എന്നിരിക്കെ ആ അനുമതി ഇല്ലാതെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പോയി ഉദ്ഘാടനം ചെയ്തു. പിന്നീട് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വെടിവെപ്പിൻ്റെ ഉദ്ഘാടനം, പാറ പൊട്ടിക്കൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? പാറ പൊട്ടിക്കലിൻ്റെ ഉദ്ഘാടനം, ആദ്യം ഒരു ഉദ്ഘാടനം കഴിഞ്ഞു, പിന്നെ മാർച്ച് മാസം 6 രണ്ടാമത് ഉദ്ഘാടനം കൂടെ നടത്തി. ഒരു പരിപാടിയിൽ 2 ഉദ്ഘാടനം. ഈ 2 ഉദ്ഘാടനം കിട്ടുമ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയില്ല. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ ഒരു ഉദ്ഘാടനം നടത്തിയപ്പോൾ കേന്ദ്രം എന്ത് ചെയ്യുകയായിരുന്നു എന്നൊരു ചോദ്യം സ്വാഭാവികമാണ്. ഇത്തരം വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ അങ്ങനെ ചെയ്താൽ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാനില്ല. ഇപ്പം നമുക്കറിയാം, രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയൊക്കെ നാട്ടിൽ വരുന്നുണ്ട്, ഒരു പ്രോട്ടോക്കോളുണ്ട്. ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് സംസ്ഥാന മുഖ്യമന്ത്രി നേരിട്ട് പോയി സ്വീകരിക്കണമെന്നാണ്. സംസ്ഥാന മുഖ്യമന്ത്രി പോയി സ്വീകരിക്കാൻ പോയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മമതാ ബാനർജി അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു മര്യാദയാണ്. വീട്ടിൽ അച്ഛൻ കയറി വരുമ്പോൾ എണീക്കണമെന്ന് നിയമമൊന്നുമില്ല. പക്ഷേ മക്കൾ എണീക്കും, അതൊരു മര്യാദയാണ്, സുജന മര്യാദ എന്ന് പറയും. അതല്ല, അച്ഛൻ വരുമ്പോഴത്തേക്ക് കാലുമേ കാലും കെറ്റി ഇരിക്കുന്ന മക്കളും ഉണ്ടാവാം. അത് വളർത്തുഗുണം എന്ന് പറയാം. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വരുന്നത്, CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നു. സംസ്ഥാന സമ്മേളനത്തിൽ എല്ലാവരും ഇരിക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ കയറി വരുന്നു. പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ്. അങ്ങനെ VS കയറി വരുമ്പോൾ മുഖ്യമന്ത്രി, സംസ്ഥാനത്തിൻ്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൻ്റെ തലവൻ കയറി വരുമ്പോൾ സകലരും എഴുന്നിട്ട് ഈ മനുഷ്യൻ അവിടെ ഫെവിക്കോള് വെച്ചൊട്ടിച്ചതുപോലെ ഇരുന്ന ഒരു ഇരിപ്പുണ്ടല്ലോ. അഹങ്കാരത്തിൻ്റെ, ദുരഭിമാനത്തിൻ്റെ, ശാഠ്യത്തിൻ്റെ, അഹന്തയുടെ ആൾരൂപമായ പിണറായി വിജയനെ നമ്മൾ അന്ന് കണ്ടതാണ്. സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി വന്നാൽ എണീക്കണം, അത് മര്യാദ ആണ്. എണീറ്റില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി വന്നിറങ്ങുമ്പോൾ പ്രോട്ടോക്കോൾ അനുസരിച്ച് അവിടെ മുഖ്യമന്ത്രി ചെന്നില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നല്ല തന്തയ്ക്ക് പറഞ്ഞ ആളുകൾക്കുള്ള ശീലമുണ്ടല്ലോ, ആ ശീലങ്ങളുടെ ഭാഗം പോലെയാണ് ഈ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഈ ആനക്കാംപൊയിൽ, കള്ളാടി ആനക്കാംപൊയിൽ തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനത്തിന് കേന്ദ്ര സർക്കാർ അനുമതി കിട്ടുന്നതിന് മുമ്പ് പിണറായി പോയി വെടിപൊട്ടിച്ചു എന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്നിട്ടൊരു ഉളുപ്പുമില്ലാതെ മരുമകനെയും കൂട്ടി ഇന്നലെ അവിടെ പോയിരിക്കുന്നു കാണാൻ. മനസ്സിലായില്ലേ? കേരളത്തിൻ്റെ അഭിമാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ സർക്കാർ വാഗ്ദാനം പാലിക്കുന്നു, ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പത്രങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ പരസ്യം കൊടുത്തുണ്ടാക്കിയ പരിപാടിയാണ്. അതീവ പരിസ്ഥിതി ലോലമായ പ്രദേശം, ഒരു വലിയ ദുരന്തം കഴിഞ്ഞതിൻ്റെ ബാക്കി, അതിൻ്റെ മുറിവുകൾ ഉണങ്ങുന്നതിന് മുമ്പ്
എല്ലാ നിയമങ്ങളെയും കറ്റിപ്പറത്തി തനിക്കും തൻ്റെ പാർട്ടിക്കും യശസ്സുണ്ടാവാൻ വേണ്ടി വീണ്ടും അധികാരം കിട്ടാൻ വേണ്ടി നടത്തിയ ഒരു ഉദ്ഘാടന നാടകം. ഇവിടെ നിങ്ങൾ എറണാകുളത്ത് ഒരു വൈറ്റില ഹബിനോട് ചേർന്ന് വാട്ടർ മെട്രോയുടെ ഒരു സ്റ്റേഷനുണ്ട്. പിണറായി ഉദ്ഘാടനം ചെയ്തതാണ്. വാട്ടർ മെട്രോയുടെ ആ സ്റ്റേഷൻ ഇപ്പോഴും പ്രവർത്തന സജ്ജമാണോ? 2-3 മാസം മുമ്പ് ഞാൻ പോകുമ്പോഴും അത് അങ്ങനെ തന്നെ കിടക്കുമായിരുന്നു, പണി നടക്കുന്നുണ്ടായിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞു, ഉദ്ഘാടിച്ചു. പണ്ട് കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ കേസിൽ പറഞ്ഞ പോലെയാണ്. രാഷ്ട്രീയക്കാർ അവർക്ക് നേട്ടമുണ്ടാകാൻ വേണ്ടിയിട്ട് ചില നാടകങ്ങൾ നടത്തും. അതിന് കൊടുക്കേണ്ടി വരുന്നത് പാവപ്പെട്ട ജനങ്ങളുടെ ജീവനാണ്. അതിൻ്റെ ജാള്യത ഈ പിണറായി എന്ന് പറയുന്ന ഈ മനുഷ്യനുണ്ട്. പക്ഷെ അത് പ്രകടിപ്പിക്കാൻ വയ്യ. ഒരു പ്രകടനം, സതീശനെ എങ്ങനെയെങ്കിലും 4 ചീത്ത പറയാനൊരു അവസരം കിട്ടുമോ എന്ന് കരുതി അതിനു വേണ്ടിയിട്ട് ആനക്കാംപൊയിലേക്ക് ഒരു യാത്ര നടത്തി. അവിടെ ചെന്നിട്ട് കേരളത്തിലെ ആളുകൾ ബംഗാളിലെ ആളുകളെ പോലെ സമരോത്സുകർ അല്ലാത്തതുകൊണ്ട്, അത്രയും വീര്യമുള്ളവരല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു നോക്കുകയാണ് കേട്ടോ. അവിടെ പിണറായി വിജയൻ ചെല്ലുമ്പോൾ, എടോ താനല്ലേടോ ഒരനുമതിയും വാങ്ങാതെ ഒരു മുൻകരുതലും വാങ്ങാതെ ഈ തുരങ്കപ്പാത ഉണ്ടാക്കാൻ അനുവാദം കൊടുത്തത്? തൻ്റെ നേട്ടത്തിന് വേണ്ടിയല്ലേ, തൻ്റെ പാർട്ടിയുടെ നേട്ടത്തിന് വേണ്ടിയല്ലേ? അതിൻ്റെ പിന്നിൽ കമ്മീഷൻ എത്ര കിട്ടും പണിയുടെ പേരിൽ വരുമകനെന്ന് ആർക്കും അറിയത്തില്ല. അതെല്ലാം ഉണ്ടാവും. കാരണം ഒരു വലിയ വർക്ക് നടക്കുമ്പോൾ കമ്മീഷനും പങ്കും ഒക്കെ ഉണ്ടാവുമല്ലോ. അതെല്ലാം വെച്ച് വളരെ പെട്ടെന്ന് ചെയ്ത് താനല്ലേ ഈ മനുഷ്യരെ കൊലയ്ക്ക് കൊടുത്തത് എന്ന് ചോദിക്കാൻ കേരളത്തിൽ ആരും ഉണ്ടായില്ല. അതേസമയം നേരെ തിരിച്ച് സതീശൻ്റെ കാലത്തെങ്ങാനും നടന്ന് അനുമതിയില്ലാതെ നടന്നിട്ട് അവിടെ ദുരന്തമുണ്ടായിട്ട് പ്രതിപക്ഷ നേതാവായ സതീശൻ അവിടെ ചെന്ന ഈ സഖാക്കൾ വന്ന് കുത്തിനുപിടി ചോദിക്കുമായിരുന്നു. കേരളത്തിലെ കോൺഗ്രസ്സുകാരെ അതിന് കിട്ടത്തില്ല. കാരണം കോൺഗ്രസ്സുകാർക്ക് അതിന് ശേഷിയുമില്ല, അതിനുള്ള അങ്ങനെ ചെയ്യില്ല. അവരുടെ കൾച്ചർ ഒന്ന് വേറെയാണ്. പക്ഷേ CPM-കാർ കണ്ടില്ലേ, നമ്മൾ ഇന്നലെ കണ്ടതല്ലേ, വളരെ സീനിയർ നേതാവായ ജി സുധാകരനെ എടാ പോടാ എന്ന് വിളിക്കുന്നൊരു സഖാവ് തല്ല് വാങ്ങിച്ചു. ആ 4 അടി അവന് കൊടുക്കാൻ അവിടെയുള്ള കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷകരമായ കാര്യമാണ്. അത്രയും മുതിർന്ന ഒരു നേതാവ് തൻ്റെ പാർട്ടി വിട്ടുപോയി എന്നതിൻ്റെ പേരിൽ അയാളെ നീ എന്നൊക്കെ വിളിക്കാൻ ഒരു സഖാവ് തയ്യാറായിരിക്കുന്നു. ചുവന്ന ഉടുപ്പൊക്കെ അവനിട്ടിരിക്കുന്നത്, അവൻ്റെ അണ്ടർവെയർ വരെ ചുവപ്പായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള ആളുകളുള്ള ഒരു പാർട്ടിയാണ് CPM. എന്ത് ഗുണ്ടായുസം കാണിക്കും, എന്തും ചെയ്യും. ജയിക്കാൻ വേണ്ടി, നിലനിൽക്കാൻ വേണ്ടി, ലാഭമുണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യും. ആളെ കൊല്ലണമെങ്കിൽ കൊല്ലും. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞ കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ കാര്യം. അത് പറയുമ്പോൾ പിണറായി വിജയൻ്റെ പേര് സ്വാഭാവികമായും വരുന്നു. ഇപ്പോൾ ഈ ആനക്കാംപൊയിലിലെ മനുഷ്യരുടെ ചോരയ്ക്ക് ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചാൽ പിണറായി വിജയനാണ്. പിണറായി വിജയൻ്റെ മരുമകനാണ്. ഇവർക്ക് ഫ്ലക്സ് അടിച്ച് വെച്ച് ആളാകാൻ വേണ്ടി ഒരനുമതിയില്ലാതെ, ഒരു പഠനവും നടത്താതെ, ഒരു മുൻകരുതലും എടുക്കാതെ നടത്തിയ ഒരു പ്രഹസനം. സർക്കാരിൻ്റെ കാശല്ലേ, ജനങ്ങളുടെ കാശല്ലേ, ആ കാശെടുത്ത് വെച്ച് മല അങ്ങ് തുറന്നു. മല തുറന്നാൽ അത് ഇടിഞ്ഞു വീഴുമോ എന്നറിഞ്ഞുകൂടാത്ത ആളുകളൊന്നും അല്ല നമ്മുടെ എഞ്ചിനീയർമാർ. അവർ പറഞ്ഞിട്ടുണ്ടാവും ഇത് അപകടമാണ് കേട്ടോ. പക്ഷേ അങ്ങനെയൊന്നുമില്ല. അതൊന്നും നോക്കണ്ട, ചാവുന്നവൻ ചാവട്ടെ, നമുക്കൊരു നഷ്ടപരിഹാരം 2-3 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്ത് അതങ്ങ് ഒതുക്കി തീർക്കാം, പിന്നെ പ്രശ്നം തീർന്നല്ലോ. മനുഷ്യ ജീവന് അത്രയ്ക്കൊക്കെ ഇവർ വില കൽപ്പിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ അതീവ ദുർബലമായ മലനിരകളുള്ള സ്ഥലത്ത് ഇത്തരമൊരു പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പ് എന്തു പഠനം നടത്തി? കേന്ദ്രത്തിൻ്റെ അനുമതി കിട്ടാൻ വേണ്ടി വ്യാജ റിപ്പോർട്ട് ഉണ്ടാക്കി എന്ന് വാർത്തകൾ വരുന്നു. അപ്പോൾ എന്തായിരുന്നു പിണറായി വിജയന് ഈ കള്ളാടി ആനക്കാംപൊയിൽ പാത ഇത്ര പെട്ടെന്ന്, ആ തുരങ്കപാത ഉദ്ഘാടനം ചെയ്ത് പാറ പൊട്ടിച്ച് എൻ്റെ കാലത്ത് പണി തുടങ്ങി എന്ന് കാണിക്കാൻ വേണ്ടി, മേനി നടിക്കാൻ വേണ്ടി എന്തായിരുന്നു ഇത്ര തിടുക്കം? അതിൻ്റെ പിന്നിൽ വേറെ വല്ല ഡീലും ഉണ്ടോ? സംശയം സ്വാഭാവികമാണ്. ഏതായാലും 7 മനുഷ്യരുടെ ജീവൻ ഇനി തിരിച്ചെടുക്കാനാവാത്ത വിധം നഷ്ടപ്പെട്ടു പോയി. അതിന് ഉത്തരവാദി പിണറായി വിജയനാണ്. ആ പിണറായി വിജയൻ ഇവിടെ വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബംഗാളികളെ പോലെ സമരവീര്യമുള്ള, പോരാട്ട വീര്യമുള്ളവരല്ല ഇപ്പോൾ കേരളത്തിലെ ആളുകൾ എന്നതുകൊണ്ട് പിണറായി വിജയൻ വളരെ ഒരു കരിങ്കൊടിയോ ഒരു ചീമട്ടയാറോ കിട്ടാതെ, ബംഗാളിൽ മമതയ്ക്ക് കിട്ടുന്ന പോലെ കിട്ടാതെ പിണറായി വിജയന് കേരളത്തിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പറ്റുന്നുണ്ട്. കാരണം മലയാളികൾ അതിലൊന്നും നിൽക്കില്ല, നമ്മുടെ രക്തത്തിൽ അതില്ല, അതുകൊണ്ടാണ്. പക്ഷേ ഒരു ഉളുപ്പ് വേണ്ടേ അല്പമെങ്കിലും? അതില്ലാതെ നിർലജ്ജം അവിടെ പോയി. ഇനി വേണ്ടി വന്നാൽ ഇയാൾ അവിടെ പോയിട്ട് ഈ പറഞ്ഞ പാവപ്പെട്ട മനുഷ്യൻ്റെ ഹൃദയങ്ങൾ റീത്ത് വെക്കണമെങ്കിൽ അതും ചെയ്യും. ഇനിയിപ്പോൾ ഒരു ജനകീയ പ്രതിപക്ഷ നേതാവായി VS അച്യുതാനന്ദനെ പോലെ ഒക്കെ ആയി മാറാനുള്ള ഒരു ശ്രമം ഒട്ടുമില്ല. എത്ര കാലം പാവയ്ക്ക കൊണ്ടുപോയി പാലിൽ മുക്കിയിട്ടാലും അതിൻ്റെ കയ്പ് മാറത്തില്ല. പിണറായി വിജയൻ തന്നെയാണ്. അഹങ്കാരം, എല്ലാ തരത്തിലുള്ള ദുരയുടെയും പ്രതീകമായ പിണറായി വിജയനെ വീണ്ടും കണ്ടിരിക്കുന്നു. മാപ്രകളോട്
പറഞ്ഞിരിക്കുന്നു കടക്ക് പുറത്ത് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വടിയും കൊണ്ട് എൻ്റെ അടുത്ത് വരണ്ടാന്ന്. അത് പിണറായി വിജയൻ എന്ന് പറയുന്ന അഹങ്കാരിയായ മനുഷ്യന് കേരളം കൊടുത്ത ശിക്ഷ അയാളെ വല്ലാതെ മാനസികമായി പീഡിപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ക്രുദ്ധനാക്കിയിരിക്കുന്നു എന്നതിൻ്റെ ആദ്യ പ്രതികരണം കൂടിയാണ്. ഇനി പിണറായി ഒരുപാട് സ്ഥലത്ത് പൊട്ടിത്തെറിക്കും. വേണ്ടി വന്നാൽ ഇനി പിണറായി ഒരു മനുഷ്യ ബോംബ് പോലെയാണ് നടക്കുന്നത്. തൻ്റെ ദേഷ്യം മുഴുവൻ ആരോടെങ്കിലും കാണിക്കണം. കേരളത്തിലെ ജനങ്ങൾ എന്നെ തോൽപ്പിച്ച് കളഞ്ഞു, എൻ്റെ പാർട്ടിയെ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം സമ്മാനിച്ചതിൻ്റെ പക കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനായി പിണറായി മാറിയിരിക്കുന്നു. ഏതായാലും മിസ്റ്റർ പിണറായി, നിങ്ങൾ അധികാരം ഇറങ്ങിയതിന് ശേഷവും നിങ്ങളുടെ കയ്യിൽ ചോരക്കറ പറ്റിയിരിക്കുന്നു. പാവപ്പെട്ട മനുഷ്യരുടെ, നിങ്ങളുടെ പാർട്ടിക്ക് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി നടത്തിയ ഒരു ഉദ്ഘാടന മാമാങ്കത്തിൻ്റെ ബലിയാടുകളായി നഷ്ടപ്പെട്ടു പോയത് 7 ജീവനുകളാണ്. കാലം ഇതിനൊക്കെ കണക്ക് ചോദിക്കാതെ എങ്ങോട്ട് പോകും പ്രിയപ്പെട്ട പ്രേക്ഷകരെ? ഏതായാലും നമുക്ക് ഇത്തരം വർത്തമാനങ്ങൾ തുടരാം. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് ഉറപ്പായിട്ടും ചെയ്യണേ.